Welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് മട്ടേരി, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ശർക്കര. ആദ്യമേ ഈ മട്ടേരി ഒന്ന് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ ഒരുപാട് നേരം കഴുകാൻ പാടില്ല. ഒന്ന് പെട്ടെന്ന് കഴുകി ഇങ്ങോട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ അരി അങ്ങ് കുതിർന്നു പോകും. ഈ അരി കഴുകിയിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. കുതിർന്ന് കഴിഞ്ഞാൽ ഇത് വറുത്താൽ ശരിയാവത്തില്ല. അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടേരിയാണ് നല്ലത്. വെള്ളരി വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് മട്ടേരിയാണ്. അപ്പോൾ ഇതാദ്യം കഴുകിയെടുക്കട്ടെ. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇടാം. ഇനി ഇത് വറുത്തെടുക്കണത്. ഇതിങ്ങനെ അരി ഇങ്ങനെ പൊരിഞ്ഞു വരും. അപ്പോഴാണ് അത് അരി മൂക്കുന്നത്. തീ കൂട്ടിയിട്ട് വേണം വറുക്കാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാ അരിയും അതുപോലെ ഇതുപോലെ ഇങ്ങനെ മലര് പോലെ വരുന്നതുണ്ടോ? അപ്പോൾ അങ്ങനെ എല്ലാ അരിയും അതുപോലെ ആകണം. ഇപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ എല്ലാ അരിയും ഇതുപോലെ ഇങ്ങനെ വെളുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആ സൗണ്ട് നിൽക്കും. അതിങ്ങനെ ഒരു പൊട്ടുന്നൊരു സൗണ്ട് കേട്ടോ, അതങ്ങ് നിൽക്കും. അപ്പോഴത്തേക്ക് ഇത് എല്ലാ അരിയും മുരിഞ്ഞു നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൻ്റെ അകത്തെ സൗണ്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ അരിയെല്ലാം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ചൂടാറി വരുമ്പോഴത്തേക്ക് ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടാണ് പൊടിച്ചെടുക്കാൻ പോണത്. ഇത് ശരിക്കും പൊടിക്കേണ്ടത് ഒരെല്ലൊക്കെ ഇട്ടിട്ട് ഇടിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. പണ്ടൊക്കെ എൻ്റെ മമ്മിയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഒരെല്ലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഈ തേങ്ങയിലേക്ക് ഈ ശർക്കര ചിരണ്ടിയിടാം. അപ്പോൾ മധുരമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മധുരം ചേർക്കാം. ഇപ്പോൾ ഈ ശർക്കരയിൽ അഴുക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഉരുക്കിയെടുക്കാത്തത്. ഇത് ഞാൻ മുന്നേ ഉരുക്കി നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒട്ടും മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല, മണ്ണും കരടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം ഇത് ഉരുക്കുന്നില്ല. ഈ തേങ്ങയിലേക്ക് തന്നെ ചിരണ്ടിരുന്നേന്. ശർക്കര ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ബൗളിലേക്ക് അരി ഇടാം. അരിയുടെ ചൂട് മാറിയതിന് ശേഷം മാത്രം ഇടുക. ഇനി അരി മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം അരി ഒന്ന് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിയേണ്ട, ചെറിയൊരു തരി വേണം. നമുക്കിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടണം ചെറുതായിട്ട് ആ അരിയുടെ പീസസ്. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇത് ആ അരിയും തേങ്ങയും ശർക്കരയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ബോളാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. അതായത് ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കണത്. അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.